സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയിൽ ഉന്നതതല യോഗമാണ് ഇന്ന്. ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുന്നതായിരിക്കും പ്രധാനമായും ചർച്ചയാകുന്നത്. വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല എന്ന വിവരവും നമ്മളിലേക്ക് എത്തുന്നുണ്ട്. നൗഫൽ കൂടി ചേരുകയാണ് വിശദാംശങ്ങളുമായി. നൗഫൽ, ചൂട് കൂടുന്ന സാഹചര്യത്തിൽ എല്ലാവരും വളരെയധികം ഉറ്റുനോക്കുന്നത് വൈദ്യുതി ഉപഭോഗത്തിലെ വർധനവ് തന്നെയാണ്. കഴിഞ്ഞ ദിവസം 6000 മെഗാവാട്ട് എന്ന് പറയുന്ന ഒരു വലിയ റെക്കോർഡ് ഇവിടെ കേരളത്തിലുണ്ടായി. അതുമാത്രമല്ല, വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഉയരുന്ന സാഹചര്യമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഉന്നതതല യോഗം ചേരുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? സിന്ധൂരി, സംസ്ഥാനത്ത് കാലാവസ്ഥ ചൂട് കഠിനമായതോടുകൂടി മാത്രവുമല്ല പാചകവാതക പ്രതിസന്ധിയും നേരിടുന്നൊരു ഘട്ടത്തിലാണ് ഈ വൈദ്യുതിയുടെ ഉപഭോഗം ഇപ്പോൾ കൂടിയിരിക്കുന്നത്. അത് പോയ ദിവസങ്ങളിൽ സർവകാല റെക്കോർഡായ 6000 മെഗാവാട്ട് വരെ കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഒരു വൈദ്യുതി ക്ഷാമം സംസ്ഥാനം എന്തായാലും നേരിടുന്നുണ്ടോ എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഇന്നൊരു യോഗം വിളിച്ചിരിക്കുന്നത്. വൈദ്യുതി ബോർഡിൻ്റെ ചെയർമാൻ മിൻഹാജ് ആലത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഒരു ഉന്നതതല യോഗം നടക്കുന്നത്. നിലവിൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഒരു ജാഗ്രത എന്ന നിലയിൽ വൈകുന്നേരം 6 മണി മുതലുള്ള സമയം ഒരു നിയന്ത്രണം ജനങ്ങൾ അതിൽ സ്വയം ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നൊരു മുൻകരുതൽ കൂടി അവർ നൽകുന്നുണ്ട്. മാത്രവുമല്ല, ഇന്നത്തെ ചർച്ചയിൽ കൂടുതൽ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ളൊരു ചർച്ച കൂടി നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, സോഫ്റ്റ് കരാർ അനുസരിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനെ കുറിച്ച് കൂടിയുള്ള ഒരു ചർച്ചയുണ്ടാകും. അത്തരത്തിൽ സോഫ്റ്റ് കരാർ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ മഴക്കാലം വരുമ്പോൾ തിരിച്ച് അങ്ങോട്ട് അവർക്ക് നൽകുന്ന ഒരു സംവിധാനമാണ്. അത്തരത്തിലുള്ള ഒരു ചർച്ച കൂടി നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. 112 ദശലക്ഷം വരെ യൂണിറ്റ് ഇതിൻ്റെ ഉപഭോഗം കൂടി എന്നുള്ളൊരു എടുത്തു പറയേണ്ട കാര്യമാണ്. കഴിഞ്ഞ 2025 മെയ് മാസത്തിലാണ് സർവകാല റെക്കോർഡ് 115 ദശലക്ഷം യൂണിറ്റ് എന്നുള്ളത്. അതുപോലും ചിലപ്പോൾ കടന്ന് പോയേക്കാമെന്നൊരു തരത്തിലാണ് നിലവിലുള്ള ഉപയോഗം കൂടുന്നത്. അതിൻ്റെ പ്രത്യേകമായി പറയുന്നത്, ചൂട് കാരണം എന്തായാലും എല്ലാ വീടുകളിലും ഓഫീസുകളിലും പകൽ സമയത്തും രാത്രി സമയത്തും AC-യുടെയും മറ്റും ഉപയോഗം, അതുപോലെ തന്നെ പാചകവാതകം ഇല്ലാത്തപ്പോൾ കറണ്ടിൽ പാചകത്തിലേക്കുള്ള ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ഉപഭോഗത്തിലേക്ക് പോകുന്നത്. നിലവിൽ എന്തായാലും വൈദ്യുതിക്ക് നിയന്ത്രണം ഉണ്ടാകില്ല എന്ന് പറയുമ്പോഴും ഒരു സ്വയം ജാഗ്രതയിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആ വകുപ്പ് അറിയിക്കുന്നത്. സിന്ധൂരി, ശരി, വ്യക്തമാണ്. നൗഫൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഈ ഉന്നതതല യോഗം ചേരുമ്പോഴാണ് നമുക്കൊരു കൃത്യമായ ചിത്രം വ്യക്തമാവുക. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ സ്വയം ചില തീരുമാനങ്ങൾ എടുക്കേണ്ടത് കൂടി അനിവാര്യമാണ്. കാരണം നമുക്കറിയാം, ഇത്രയധികം ചൂട് കൂടുന്ന സാഹചര്യത്തിൽ ഫാനോ മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതെ ഒരു ദിവസം പോലും നമുക്ക് തള്ളി നിൽക്കുവാനാവില്ല. എന്നാൽ അതിനോടൊപ്പം തന്നെ അനാവശ്യമായി കറണ്ട് ഉപയോഗിച്ച് വേസ്റ്റ് ആക്കാതിരിക്കാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്വം നമ്മൾ എടുക്കണം. വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതിയാവും. നമ്മൾ കുട്ടികളോട് നമുക്ക് അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാം. ബാത്റൂമിൽ കയറുമ്പോൾ ലൈറ്റ് ഇടുക, ഇറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കാം. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ഒരു സാമൂഹിക ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി മാറുന്ന സാഹചര്യം കൂടിയാണ്.